ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നോമിനേഷൻ ടാസ്ക് തന്നെയാണ്. അനുമോൾ നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയാണ്. അക്ബർ ബിഗ് ബോസ് വീട്ടിലൊരു നല്ല കണ്ടസ്റ്റൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ജിസയിലും ആര്യനും തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തിൽ തന്നെ എന്താണ് നടന്നതെന്ന് കാണിക്കണമെന്ന് ഏറ്റവും ആദ്യം പറഞ്ഞത് അക്ബറും ആദിലയുമായിരുന്നു. പക്ഷേ ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും അറിയാത്ത പോലെയായിരുന്നു അക്ബർ. ഞാനൊന്നും ഈ കാര്യത്തിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഡബിൾ സ്റ്റാൻഡ് കളിച്ചിട്ടുണ്ട്. ആ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല അക്ബറിനോട്. രണ്ടാമതായി ഞാൻ പറയുന്നത് ആദിലേനെയാണ്. ആദില ഈ ബിഗ് ബോസ് വീട്ടിൽ ഞാൻ വന്ന സമയത്ത് തന്നെ എന്നോട് വന്ന് അവരുടെ ഒരു കമ്മ്യൂണിറ്റിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയാറുണ്ട്, ഇതിനെക്കുറിച്ച് പുറത്തിറങ്ങിയിട്ട് നമുക്ക് സംസാരിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് ഞാൻ സംസാരിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. പിന്നെയും എന്നോട് ഈ കഴിഞ്ഞ ദിവസമൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവളോട് ഞാൻ പറഞ്ഞു, എനിക്കിതിനെക്കുറിച്ച് പറയാൻ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് എന്നോട് ദേഷ്യമായി. പിന്നെ അതൊരു ലാലേട്ടൻ്റെ എപ്പിസോഡിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ആദിലയും ആ ഒരു കാര്യത്തിൽ എന്നോട് എന്താ നടന്നതെന്ന് കാണിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കാണിക്കാൻ തയ്യാറായത്. ആ ഒരു സമയത്ത് ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് എന്നെ ഒരു കള്ളിയാക്കി മാറ്റിയത് ആദിലയും നൂറയുമാണ്. അതുകൊണ്ട് തന്നെ ആദിലേനെയാണ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത്. അഭിലാഷ് നോമിനേറ്റ് ചെയ്തത് ആദിലേനെയും ബിന്നീനെയുമാണ്. ജിസൈൻ നോമിനേറ്റ് ചെയ്തത് അഭിലാഷിനെയും ആദിലയുമാണ്. നെമി നോമിനേറ്റ് ചെയ്തത് അഭിലാഷിനെയും അക്ബറിനെയുമാണ്. അതേപോലെ തന്നെ ലക്ഷ്മി നോമിനേറ്റ് ചെയ്തത് റന ഫാത്തിമേനെയും ആദിലേനെയുമാണ്. അക്ബർ നോമിനേറ്റ് ചെയ്തത് അനുമോളെയും അനീഷിനെയുമാണ്. ബിന്നി നോമിനേറ്റ് ചെയ്തത് നെവിനെയും ആദിലേനെയുമാണ്. മസ്താനി നോമിനേറ്റ് ചെയ്തത് റന ഫാത്തിമേനെയും ജിസേലിനെയുമാണ്. ആര്യൻ നോമിനേറ്റ് ചെയ്തത് അനുമോളെയും ആദിലേനെയുമാണ്. ഒനിൽ നോമിനേറ്റ് ചെയ്തത് ബിന്നിനെയും ആദിലേനെയുമാണ്. സാബുമാൻ നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെയും അനീഷിനെയുമാണ്. റന ഫാത്തിമ നോമിനേറ്റ് ചെയ്തത് അഭിലാഷിനെയും അനുമോളെയുമാണ്. ജിഷൻ നോമിനേറ്റ് ചെയ്തത് ബിന്നിനെയും റന ഫാത്തിമേനെയുമാണ്. ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് നെവിനെയും അനുമോളെയുമാണ്. നൂറ നോമിനേറ്റ് ചെയ്തത് അഭിലാഷിനെയും ബിന്നിനെയുമാണ്. ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്തത് ആര്യനെയാണ്. ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നോമിനേഷനിൽ വന്നവരെന്ന് പറയുന്നത് മസ്താനി, ലക്ഷ്മി, പ്രവീൺ, ആര്യൻ, ആദില, അക്ബർ, നെവിൻ, അനീഷ്, അനുമോൾ, അഭിലാഷ്, റന ഫാത്തിമ, ബിന്നി, ആദില എന്നിവരാണ്. നോമിനേഷനിൽ വരാതെ രക്ഷപ്പെട്ടത് ഷാനവാസും ജിസേലും ജിഷനും അതേപോലെ തന്നെ ഒനിയിലും നമ്മുടെ നൂറയുമാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്.